റോബോഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ അറബിക് കഥകളിനകത്ത് 1001 രാവുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്തുള്ളൊരു കഥാപാത്രമാണ് അലൗദ്ദീൻ എന്ന് പറയുന്നത്. അലൗദ്ദീനും അലൗദ്ദീൻ്റെ പ്രിയപ്പെട്ടവളായ ജാസ്മിൻ അവർ സഞ്ചരിക്കുന്നത് ഒരു പറക്കുന്ന പരവതാനിയിലാണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു പരവതാനിയെക്കുറിച്ച്, അല്ലെങ്കിൽ മാജിക് കാർപ്പറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മാജിക് കാർപ്പറ്റ് ഒഴുകുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ ഈ ഒരു മേക്ക് വളരെ പുതിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വാഹന ബ്രാൻഡാണെന്ന് പറയുന്നില്ല. പക്ഷേ വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ വണ്ടിപ്രാന്തന്മാർക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണ് സിട്രോൺ എന്ന് പറയുന്നത്. സിട്രോൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതിനൊരു നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമ തോന്നുമെങ്കിലും ഒരു 100 വർഷത്തിലധികം പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ്. വേൾഡിലെ ഫാഷൻ ക്യാപിറ്റലായിട്ടുള്ള ഫ്രാൻസിലാണ് സിട്രോൺ രൂപം കൊണ്ടിരിക്കുന്നത്. ആൻഡ്രേ സിട്രോൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കമ്പനി നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വണ്ടിക്ക് സിട്രോൺ എന്ന പേര് നൽകിയിരിക്കുന്നത്. സിട്രോണിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1919 ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി രൂപം കൊണ്ടത്. അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളം വിറ്റുവരവുള്ളൊരു വണ്ടിയാണ്. ഒരു ലക്ഷറി സെഗ്മെൻറ്റ് വണ്ടിയാണ് സിട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ സിട്രോൺ GK ബിർള ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇനി നമ്മുടെ ചെന്നൈയിലെ തിരുവല്ലൂരുള്ള ഇവരുടെ പ്ലാന്റിൽ നിന്നായിരിക്കും ഈ വാഹനം വരിക. ഇത് ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരു ഇവരുടെ മോഡൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അതായത് ഇവരുടെ ഒരു ടോപ്പ് എൻഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. 1919 ഫ്രാൻസിലാണ് ഈ വാഹനം രൂപം കൊള്ളുന്നത്. ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1954 കാലഘട്ടങ്ങളിലൊക്കെ ആയപ്പം ഈ വണ്ടിക്ക് വേൾഡിലെ ആദ്യത്തെ ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷൻ കൊണ്ടുവരികയാണ്. അപ്പം അന്ന് മുതലേ സസ്പെൻഷൻ ടെക്നോളജിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് സിട്രോൺ എന്ന് പറയുന്നത്. എന്തിന് നമ്മുടെ മെഴ്സിഡീസ് ബെൻസിന് പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു യാത്രാ സുഖമാണ് സിട്രോൺ നൽകുന്നതെന്നാണ് ഇവരുടെ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി കൊണ്ടുവന്നതും സിട്രോൺ എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മേന്മകളുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പുകളിൽ 102ഓളം പ്രാവശ്യം വിൻ ചെയ്ത ഒരു വാഹനമാണ്. കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ 8 തവണ വേൾഡ് ചാമ്പ്യനായിട്ട് മാറിയിരിക്കുന്ന ഒരു ബ്രാൻഡാണ് സിട്രോൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സിട്രോൺ എന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ ഇവർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 2 മോഡലുകളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ഫീൽ അതുപോലെ ഷൈൻ, ഇങ്ങനെ 2 മോഡൽസാണുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷൈൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലാണ്. ഫീൽ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ വരും. ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം 2 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഈ 2 വണ്ടികളും തമ്മിലുള്ളത്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഈ വാഹനത്തിന് ശരിക്കും എല്ലാവരും ഒരു നോട്ടപ്പള്ളിയാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ വാഹനത്തിന് ഏകദേശം 31,90,000 രൂപ എക്സ്ഷോറൂം പ്രൈസുണ്ട്. ഇതിൻ്റെ ഫീൽ എന്ന് പറഞ്ഞ മോഡലിന് 29 ലക്ഷം ചില്ലറ എമൗണ്ട് ആണ് വരുന്നത്. അപ്പം ഈ സെഗ്മെൻറ്റിൽ ഇപ്പം നിലവിൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിലേക്ക് സിട്രോൺ ഈ SUV വാഹനം കൊണ്ടുവരുമ്പോൾ അത് എന്തുമാത്രം സെയിൽസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതിരിക്കുന്നു. ഇതിൻ്റെ സർവീസ് എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടതിരിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ, കാരണം ഇത് കൊച്ചിയിൽ മാത്രമാണ് നിലവിൽ ഷോറൂം ഉള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ ഇവർ വാഹന ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ ഒരു സാന്നിധ്യം ഞങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഇവരുടെ ലൈനപ്പിലുള്ള ബാക്കിയുള്ള വാഹനങ്ങൾ ഉടനെ തന്നെ വരും. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശമാണ് സിട്രോൺ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിട്രോൺ C5 എയർക്രോസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് രാവിലെ വെളുപ്പിനെ 3:30 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് എറണാകുളത്ത് വന്നിരിക്കുകയാണ് ഈ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. വാഹനത്തിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു SUV ആണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫ് ടോപ്പ് മുതൽ നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ഷൈൻ എന്നാണ് ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ ഷൈനിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പാനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു വളരെ വലിയൊരു വിൻഷീൽഡ് ഏരിയ ഒക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ വിൻഷീൽഡ് ഏരിയക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ റെയിനിൻ്റെ സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്കിവിടെ വൈപ്പേഴ്സ് നമുക്ക് കാണാം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടുള്ള റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഹുഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാരക്ടർ ലൈൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഹുഡിൻ്റെ 2 വശത്തായിട്ടും ഇവിടെ ഒരു ചെറിയൊരു കട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈനിലാണ്
അത് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ക്രോസ് ഡിസൈനാണ്. എയർ ക്രോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു എയറോ ഡൈനാമിക്കലായിട്ടുള്ള ഒരു ഡിസൈനാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വശത്തോടെ എയർ കട്ട് ചെയ്ത് സ്കൂപ്പ് ചെയ്തതിനിടയ്ക്കോട് പോകുന്ന ഒരു വാഹനമായിട്ട് നമുക്കിതിനെ കണക്കൂട്ടാം. ഹുഡിൻ്റെ താഴെയായിട്ട് നമുക്ക് സിട്രോണിൻ്റെ ലോഗോ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രില്ലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സിട്രോണിൻ്റെ ഒരു ഗ്രില്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബൂമറാൻ ഷേപ്പിലുള്ള രണ്ട് പോർഷനായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആക്ച്വലി സിട്രോണിൻ്റെ ഗ്രില്ലെന്ന് പറയുന്നത് ബൂമറാങ് ഷേപ്പ് അല്ല, അതിന് പറയുന്നത് ഷിവറോൺ ഗിയർ വീൽസ് എന്നാണ് പറയുന്നത്. 1900 ആൻഡ്രേ സിട്രോൺ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓണർ അദ്ദേഹത്തിന് ഒരു ഷിവറോൺ, അതായത് ഗിയർ വീൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ഡിസൈൻ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷത്തിന് പുറത്താണ് അദ്ദേഹം ഈ കാർ കമ്പനി അല്ലെങ്കിൽ കാർ കമ്പനി തുടങ്ങിയ സമയത്തും ഈ ഒരു ഗിയറിൻ്റെ ആ ഡിസൈൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇൻസെറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പടം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് അന്നാലേ അത് മനസ്സിലാവുള്ളൂ. തൊട്ട് താഴെയായിട്ട് നമുക്ക് കാസ്കേഡിംഗ് ആയിട്ടുള്ള ഒരു എയർ ഡാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ലോഗോ അടങ്ങിയ ഗ്രിൽസിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് ഇതിൻ്റെ DRL ലൈറ്റ്സ് കാണാം. അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള DRLs ആണ്. DRL പ്ലസ് ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ഇത് കംപ്ലീറ്റ്ലി LED ഒരു ഹെഡ് ലാമ്പാണ്. അതേപോലെ 3 ചേമ്പറിലായിട്ടാണ് വാഹനത്തിന് ഹെഡ് ലാമ്പ് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ്. അത് ഓട്ടോ ഹെഡ് ലാമ്പ്സ് ആണ് ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഇനി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എയർ ഡാമും കാര്യങ്ങളും കാണാം. എയർ ഡാമിനകത്ത് നമുക്കൊരു ഒരു ക്രോമിൻ്റെ ഇൻസേർട്ടുകളോടുകൂടിയാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ബമ്പർ ലിപ്പും കാര്യങ്ങളും കാണാം. രണ്ട് വശത്തായിട്ട് നമുക്ക് ഫേക്ക് ആയിട്ടുള്ള 2 എയർ ഡാമും കാണാം. ഇതാണ് മുമ്പിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ വശ കാഴ്ചകളിലേക്ക് പോകാം. സിട്രോൺ C5 എയർ ക്രോസിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വശ കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ഈ വലിയ ടയേഴ്സ് തന്നെയാണ്. ടയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്ട് ഒരു പ്രൊഫൈലിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അലോയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അലോയാണ്. സ്വേൾ അലോയ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫെൻഡർ പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല SUV ആയതുകൊണ്ട് ബ്രോഡറായിട്ടുള്ള ഒരു ഫെൻഡർ പോർഷനാണ്. ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഫെൻഡർ പോർഷൻസാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. നമ്മളിനി വാഹനത്തിൻ്റെ A പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിയാനോ ഫിനിഷിലാണ് വാഹനത്തിൻ്റെ A പില്ലർ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ റിയർ വ്യൂ മിറർ നമുക്ക് കാണാം. ഇപ്പോൾ വണ്ടിയുടെ കളർ തന്നെയാണ്, വൈറ്റ് കളറിലാണ് വരുന്നത്. ഒരു പേൾ വൈറ്റ് ആണ് വരുന്ന കളറ്. അതിൻ്റെ 2 പോർഷനിലാണ് വരുന്നത്. താഴെയായിട്ട് നമുക്കൊരു ബ്ലാക്ക് പോർഷനിൽ കാണാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് പഡിൽ ലാംപ്സ് ഉണ്ട്. ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം നമുക്ക് അറിയാം, കാരണം ഡോറ് തുറക്കുമ്പോഴത്തേനും ഒരു ചെറിയൊരു ദീപപ്രഭ നിലത്ത് വരുന്നത് കാണാം. വല്ല പാമ്പോ ചേമ്പോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഇറങ്ങാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മുടെ ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4500 mm ആണ് വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പം ഇതുപോലെ ഡോർ ഹാൻഡിൽസും ഒക്കെ നമുക്ക് മനോഹരമായിട്ടുള്ള ബോഡി കളറുള്ള ഡോർ ഹാൻഡിൽസ് കാണാം. അതേപോലെ ഇവിടെ എല്ലാം ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് കൊണ്ട് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഗാർണിഷ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ A പില്ലറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അറ്റം വരെ വന്ന് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ തിരിച്ചു വരുന്ന തരത്തിലേക്കുള്ള ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടിഫാണ് നമ്മളവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ഇവിടെ ഒരു വൈറ്റ് കളറാണ്, ഇവിടെ എല്ലാം ബ്ലാക്ക് വരുന്നതുകൊണ്ട് ഫ്ലോട്ടിംഗ് റൂഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഈ വശത്ത് നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള റൂഫ് റെയിൽസ് നമുക്ക് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടോപ്പ് എൻഡ് വെർഷനിൽ നമുക്കൊരു പാൻഡമിക് സൺറൂഫ് ഉണ്ട്. അത് നമുക്ക് അകത്തുനിന്ന് പിന്നീട് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാവുന്നതാണ്. ഇനി നമുക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ വാഹനത്തിൻ്റെ ബ്രേക്കുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഡോർ പാഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഫ്രണ്ട് ഡോറിൻ്റെ താഴെയായിട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന എയർ ഡാം പോലെയുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും ഒരു ഡിസൈനിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് അവർ വരുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെയുണ്ട് അവിടെ കാഴ്ചകൾ നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഗ്ലാസ് വാഷ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു നോസിലും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഡീഫോഗറും വൈപ്പറും വരുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് സിട്രോണിൻ്റെ ലോഗോ കാണാം. ഇതാണ് സിട്രോണിൻ്റെ യഥാർത്ഥ ലോഗോ എന്ന് പറയുന്നത്. അപ്പം സിട്രോൺ എന്നുള്ള വലിച്ചു നീട്ടി പിടിച്ചുള്ള ഒരു എഴുത്ത് നമുക്ക് കാണാം. ഇതിൻ്റെ മുകളിൽ 2 കുത്തുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ഭാഷയിൽ സിട്രോൺ എഴുതുമ്പോൾ ഈ 2 കുത്ത് ഈടെ മുകളിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് ലൈറ്റുകളാണ്. നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ഷേപ്പിലുള്ള ലൈറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്ററാണ് മൊത്തത്തിലിവിടെ കണ്ടുവരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് എടുക്കുമ്പോൾ കത്താനുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ ഏറ്റവും താഴോട്ട് വരുവാണെങ്കിൽ വീതിയുള്ള ബമ്പേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. നിറയെ സെൻസേഴ്സാണ്. അപ്പോൾ ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോ പാർക്ക് അസിസ്റ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അത് ക്യാമറയുടെ ഒരു സഹായത്തോടെയല്ല, സെൻസേഴ്സിൻ്റെ സഹായത്തോടെയാണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് വരുവാണെങ്കിൽ 2 എക്സോസ്റ്റുകൾ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് കാണാം. പക്ഷേ അത് രണ്ടും ഫേക്ക് എക്സോസ്റ്റാണ്. വാഹനത്തിൻ്റെ അടിയിൽ ഒത്തിരി കുനിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പുകൾ നമുക്ക് വാഹനത്തിനകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ ബമ്പറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പാർക്കിംഗ് റിഫ്ലക്റ്റേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു വശത്തേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പെട്രോളല്ല ആക്ച്വലി ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ 2 ലിറ്റർ ഡീസലാണ്. എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കൂടുതലായിട്ട് വരാം. ഇവിടെ നമുക്ക് 52 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ടാങ്കിൻ്റെ ഇൻലെറ്റും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി എൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് എത്രമാത്രം ഉണ്ടെന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ വാഹനത്തിൻ്റെ ഈ ടോപ്പിൻ്റെ മോഡലിനകത്ത് നമുക്ക് ഇവിടെ സ്വൈപ്പിംഗ് ടെക്നോളജി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കാലെടുത്ത് വാഹനത്തിനടിയിലൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പണായിട്ട് വരുന്നതായിട്ട് കാണാം. വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമ്മൾ കാണുന്നത്. 580 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ നമ്മൾ സീറ്റുകൾ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റുകൾക്ക് പ്രത്യേകത ഉണ്ട്. അത് കയറുമ്പോൾ പറയാം. 3 സീറ്റുകൾ ഡിഫറൻ്റ് ആയിട്ട് സീറ്റുകളാണ്. അപ്പോൾ ഓരോ സീറ്റുകളും നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ചെരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ബൂട്ട് സ്പേസിനകത്ത് തന്നെയാണ് ഇതിൻ്റെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ സ്പെയർ വീല് കാണാം. ഇതൊരു അലോയി വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങൾ ഒരു ബോക്സിനകത്തൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൂട്ട് സ്പേസിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാണാം. അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു ഇലക്ട്രിക്കലി അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാല് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഡോറ് തുറക്കും. ഇനി ഡോറ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അറ കാണാം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർണിംഗ് ട്രയാങ്കിൾ വെക്കാനുള്ളൊരു സംവിധാനമാണ്. ഇതിനകത്തൊരു വാർണിംഗ് ട്രയാങ്കിൾ വെക്കാനുള്ളൊരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് അത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ടെയിൽ ഗേറ്റ് നമുക്ക് അടയുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. സിട്രോണിൻ്റെ ലോഗോയ്ക്ക് താഴെ തന്നെ റിവേഴ്സ് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്യാമറ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യാനായിട്ടുള്ള ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഈ ഒരു വശത്ത് താഴെയായിട്ട് C5 എയർ ക്രോസ് എന്ന് പറയുന്നിട്ടുള്ള വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡ്രൈവർ ഡോറ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഡ്രൈവർ ഡോറിലുണ്ടെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്നുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് വാഹനം കംപ്ലീറ്റ് ഒരു ഗ്രേയിഷ് കളറിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് ഈ ഡോറൊന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഡോറിൻ്റെ ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ ഡിസൈൻ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കണ്ടോ, ഇവിടെയൊക്കെ പ്രത്യേക തരത്തിലുള്ള ഓരോ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം പ്ലാസ്റ്റിക്കിൻ്റെയും ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ടൈപ്പ് ഒരു ലെതർ സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ട്യൂട്ടർ കാണാം. 6 സ്പീക്കറുകളാണ് വാഹനത്തിനുള്ളത്. വളരെ മനോഹരമായിട്ടൊരു സൗണ്ട് സിസ്റ്റമാണ്. അത് എനിക്ക് തോന്നുന്നത് സിട്രോൺ തന്നെ കൊടുക്കുന്ന ഏതോ ഒരു സൗണ്ട് സിസ്റ്റമാണ്. കാരണം അതിൻ്റെ കാറ്റലോഗ്സിലൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ട് ഏത് കമ്പനിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഇവിടെ അതിൻ്റെ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതേപോലെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ഇവിടെ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾസും അതേപോലെ തന്നെ വിൻഡോസ് ഡൗൺ ചെയ്യാനുള്ള കൺട്രോൾസും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടൊരു ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രേയിഷ് കളറിലാണ്. ഇതിൻ്റെ സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലി അസിസ്റ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് സ്വിച്ചസ് ഉണ്ട്. നമുക്കിത് മുമ്പോട്ട് അതുപോലെ ഇതിൻ്റെ ചാർ അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്രണ്ടിലോട്ട് മാറ്റാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ഒറ്റ കാഴ്ചയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 പാക്ക് ടൈപ്പ് സീറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ സീറ്റുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മെറ്റീരിയൽ കൊണ്ടാണ് സീറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ എന്നൊക്കെ പറയുന്നത് ലെതറിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ ഇവിടെ ഒരു
ക്ലോത്തിൻ്റെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോൾസ്റ്റേഴ്സൊക്കെ നല്ല വലുതാണ്. നമ്മൾ സീറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിലുള്ള സീറ്റുകളാണ്. നല്ലൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കലി അസിസ്റ്റഡ് ആയിട്ട് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം വാഹനത്തിനുണ്ട്. അപ്പോൾ സിട്രോൺ C5 എയർക്രോസിൻ്റെ ഡ്രൈവർ സീറ്റാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. സാധാരണ പോലെ ഒരു ഉരുണ്ട സ്റ്റിയറിംഗ് വീലാണെന്ന് പറയാൻ പറ്റത്തില്ല. മുകളിലും താഴെയായിട്ടും ചില ഫ്ലാറ്റ് പോർഷൻസ് ഉണ്ട്. ഒരു സാധാരണ നമ്മൾ കാണാത്ത ഒരു സ്റ്റിയറിംഗ് ടൈപ്പാണ്. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിന് നടുക്കായിട്ട് തന്നെ ഇതിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹോൺ ഇതാണ്. സാധാരണ എല്ലാ വാഹനങ്ങളിലും കാണുന്ന പോലെയുള്ള കൺട്രോൾസ് ഈ രണ്ട് വശത്തും കാണാം. ഇവിടെ വശത്ത് മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫോണിൻ്റെ കൺട്രോൾസാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വശത്തായിട്ട് പാഡിൽ ഷിഫ്റ്റ് നമുക്ക് കാണാം. ഈ വാഹനത്തിന് നമുക്ക് പാഡിൽ ഷിഫ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺട്രോൾസൊക്കെ വളരെ വൃത്തിയായിട്ടുള്ള കൺട്രോൾസാണ്. വളരെ മനോഹരമായിട്ടുള്ള കൺട്രോൾസാണ് ഇതിൻ്റെ. ഈ വശത്ത് വൈപ്പറിൻ്റെ സെറ്റിങ്സും ഈ വശത്ത് വരുന്ന എല്ലാം ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സുമാണ്. അതുകൂടാതെ നമുക്കിവിടെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ലിവറും കാര്യങ്ങളൊക്കെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു കണ്ണ് പെട്ടെന്ന് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ക്ലസ്റ്ററുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ക്ലസ്റ്ററും ഇതേപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഈ വശത്ത് ഒരു 12 ഇഞ്ചിൻ്റെ വലിയൊരു ക്ലസ്റ്ററും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്കറിയാം ഇന്നത്തെ കാലത്തുള്ള എല്ലാ വണ്ടികൾക്കകത്തും ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളതുപോലെ ഈ വാഹനത്തിനകത്തും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ്. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന AC-യുടെ കൺട്രോൾസാണ്. നമുക്ക് AC നമുക്ക് ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളതാണ്. ഇവിടെയും ഈ പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. മ്യൂസിക്കിൻ്റെ ആണെങ്കിലും ഫാൻ സ്പീഡ് ആണെങ്കിലും അങ്ങനെ കുറച്ച് സ്വിച്ചസൊക്കെ നമുക്കിവിടെ കാണാം. ഇതേപോലെ ഈ നമുക്കിവിടെ AC-യുടെ വെൻറ്റുകൾ കാണാം. 8 വെൻസ് ആണ് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് AC-യുടെ കൺട്രോൾസാണ്. 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വാഹനത്തിന് വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ സ്റ്റോറേജ് സ്പേസിനകത്ത് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങൾക്കും വയർലെസ് ചാർജിങ് യൂണിറ്റ് ഒക്കെ വരുന്നതാണ്. ഈ 32 ലക്ഷത്തോളം വിലയുള്ള ഈ ഒരു വാഹനത്തിനകത്ത് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റും കൂടെ നമുക്ക് കമ്പനിക്ക് കൊടുക്കാമായിരുന്നു. ഈ സ്റ്റോറേജ് സ്പേസിനകത്ത് തന്നെ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. ഇപ്പുറത്തായിട്ട് USB ഒരു പോർട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്ത കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. തൊട്ടിപ്പുറത്ത് എക്കോ മോഡ്, സ്പോർട്ട് മോഡ്, അതേപോലെ ഇവിടെ നമുക്ക് ഹില്ല് ഡിസൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇറങ്ങി പോകുമ്പം വാഹനം പിടിച്ചിറങ്ങി പോകാനായിട്ടുള്ള ഒരു സംവിധാനം, കൂടുതൽ ആക്സലറേഷനൊക്കെ വന്ന് അപകടം പറ്റാതിരിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനമാണ്. പിന്നെ ഇവിടെ ഒരു റോട്ടറി ഡയലുണ്ട്. ഈ വാഹനത്തിൻ്റെ ചില മോഡുകളാണ്. മോഡുകൾ എന്ന് പറയുമ്പം വാഹനത്തിനകത്ത് ഒരു നോർമൽ മോഡുണ്ട്, അതേപോലെ ഒരു അഡാപ്റ്റീവ് സ്നോ മോഡുണ്ട്. അതൊക്കെ നമ്മളിവിടെ നോക്കിയാൽ സ്നോ മോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വാഹനത്തിന് ഒരു മഡ് മോഡുണ്ട്, ചെടിക്കകത്തോടൊക്കെ പോകാൻ. പിന്നെ ഒരു മണ്ണിനകത്തോടെ പോകാനുള്ളൊരു സാൻഡ് മോഡുണ്ട്. അതുപോലെ ESP നമുക്കറിയാം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മോഡുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡിസ്പ്ലേയിലെ കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഗിയർ നോബുകളാണ്. BMW കാറുകളുടെ ഒക്കെ ഗിയർ നോബുകൾ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗിയർ നോബാണ്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണത് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അത് E88 എന്നാണ് പറയുന്നത്. എഫിഷ്യൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഒരു ടോർക്ക് കൺവേർട്ടർ ടെക്നോളജിയാണ് വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ഷിഫ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വിച്ച് എൻഗേജ് ചെയ്തിട്ട് പാഡിൽ ഷിഫ്റ്റ് വഴി ചെയ്താൽ മതി. ഇത് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതേപോലെ നമുക്ക് ഈ വാഹനത്തിനകത്ത് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സാനിറ്റൈസറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റ് പ്ലസ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്കിത് രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വളരെ ധാരാളം ഒരു സ്പേസ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കുറച്ച് നമുക്ക് ബോട്ടിൽസൊക്കെ നമുക്ക് സൂക്ഷിക്കാം. ഇതിൻ്റെ ഒരു പ്രകൃതി കണ്ടിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതൊരു കൂൾഡ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ച് തണുപ്പിക്കണമെങ്കിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് തണുപ്പിക്കാനായിട്ട് പറ്റും. വാഹനത്തിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ORVM നമുക്ക് കാണാം. അത് ഓട്ടോമാറ്റിക്കലി ഡേ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ORVM ആണ്. പിന്നെ ഇവിടെ കുറച്ച് കൺട്രോൾസ് കാണാം. നമുക്ക് പാസഞ്ചർ ഇതിനകത്ത് 6 സീറ്റ് ബെൽറ്റ്സ് ആണ് പൊതുവെ വാഹനത്തിനകത്ത് വരുന്നത്. അത് നമുക്ക് ഓഫ് ആക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പുകളുണ്ട്. വാഹനത്തിൻ്റെ റീഡിംഗ് ലാമ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാൻഡമിക് ആയിട്ട് സൺറൂഫ് ഉണ്ട്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ബ്ലൈൻഡ് നമുക്ക് തുറക്കാം.
ഫുള്ളായിട്ട് ഇതിൻ്റെ ബ്ലൈൻഡ് ബാക്കിലേക്ക് മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഗ്ലാസ് ഏരിയ ആയിട്ട് നമുക്ക് വലിയൊരു പാൻഡമിക് സൺറൂഫാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കത് തുറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കേരളത്തിൽ പൊതുവേ ആരും സൺറൂഫ് ഓപ്പൺ ചെയ്തൊന്നും ഓടിക്കാനുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല. കാരണം അത്രമേൽ പൊടിയും എൻവയൺമെൻറ്റലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരും ചെയ്യാറില്ല. എങ്കിലും SUV ഇത്രയും വലിയൊരു വാഹനത്തിന് ഒരു സൺറൂഫ് ഒരു അനിവാര്യ ഘടകമാണ്. ഈ 2 വശത്തായിട്ട് നമുക്കിവിടെ സൺസ്ക്രീൻ കാണാം. ഇവിടെ വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിനകത്തൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ വശത്തും നമുക്ക് 2 വശത്തും ഈ വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വലിയ ഗ്ലോ ബോക്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു 5 സീറ്റർ വാഹനമാണ്. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് നമുക്ക് പോകാം. എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സിട്രോൺ C5 എയർക്രോസിൻ്റെ ബാക്ക് സീറ്റുകളിലാണ് ഇരിക്കുന്നത്. വളരെ നല്ല സീറ്റിംഗ് ഒരു കംഫോർട്ടാണ് ഈ വാഹനത്തിൻ്റെ സീറ്റുകൾ നൽകുന്നത്. 3 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സീറ്റുകളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സീറ്റ് ഇത് കണ്ടോ, ഇൻഡിപെൻഡൻ്റ്ലി 3 സീറ്റ്സ് നമുക്ക് അനക്കാനും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നുള്ളതാണ്. ഈ സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നമുക്ക് നീക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മികച്ച തൈ സപ്പോർട്ടും കാര്യങ്ങളാണ് വാഹനത്തിൽ വരുന്നത്. പിന്നെ എടുത്തു പറയത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം വളരെ അതിനകത്ത് നമുക്ക് സാധാരണ സെൻട്രൽ ടണൽ സാധാരണ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നടുക്കത്തെ സീറ്റ് ഇരുന്നാൽ പോലും നമ്മൾ സാധാരണ മറ്റു കാറുകളിൽ ഇരിക്കുമ്പം ഇതിച്ചിരി നമ്മുടെ നമുക്ക് ഈ തൈ സപ്പോർട്ട് മിസ്സാകും. കാരണം ഇവിടെ ഒരു ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. പക്ഷേ ഈ ഒരു സീറ്റുകൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പിൻ സീറ്റുകൾ ഏറ്റവും മികച്ച ഒരു യാത്രാസുഖം നൽകുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ വാഹനത്തിന് ഹൈഡ്രോളിക് പ്രോഗ്രഷൻ ആയിട്ടുള്ള കുഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സെൻട്രൽ ടണലിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് AC കൺട്രോൾസ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനുള്ള സ്വിച്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കൊരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ സീറ്റുകളുടെ ബാക്കിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആക്കാനുള്ള ഫയൽ പോക്കറ്റ്സും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിന് ഇൻറ്റീരിയർ ആയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഒരു ബോണറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് എഞ്ചിനെ കുറിച്ച് നമുക്ക് നോക്കാം. സിട്രോൺ C5 എയർക്രോസിനെ പവർ ചെയ്യുന്ന എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോണറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട്. കാരണം സാധാരണ ഡ്രൈവർ സൈഡിലാണ് അതിൻ്റെ ലിവർ വരുന്നതെങ്കിൽ ഈ പ്രാവശ്യം പാസഞ്ചർ സൈഡിലാണ് ലിവർ വരുന്നത്. ഇപ്പോൾ സിട്രോണിൻ്റെ ഹുഡ് ആരെങ്കിലും തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവറിന് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് തുറക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അതൊരു വലിയൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ വലിയൊരു പ്രശ്നമല്ല. എങ്കിലും പറയത്തക്ക ഒരു കാര്യം. കാരണം ഞാൻ കുറച്ച് നേരം തപ്പേണ്ടി വന്നത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 2 ലിറ്റർ ആയിട്ടുള്ള ടർബോ ഡീസൽ എഞ്ചിനാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. 177 bhp പവറുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനമാണ്. അതേപോലെ തന്നെ വാഹനത്തിന് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 400 Nm ടോർക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 8 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതുമായിട്ട് മെയ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. വാഹനത്തിൻ്റെ ഒരു മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് 18.6 കിലോമീറ്ററാണ് പെർ ലിറ്ററിന് കിട്ടുന്നത്. അപ്പം ഇത്രയും വലിയൊരു SUV വാഹനത്തിന് 18 ലിറ്റർ ഡീസൽ കിട്ടുമെന്ന് പറയുന്നത് മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡീസൽ പെട്രോൾ വില വെച്ച് നോക്കുമ്പോൾ എത്ര കാലം നമുക്ക് ഈ വാഹനങ്ങളിനകത്തൊക്കെ പെട്രോൾ ഓടിച്ച് ഓടാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സിട്രോൺ C5 ഒരു ഡ്രൈവിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ സസ്പെൻഷൻ പറയാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ സസ്പെൻഷൻ ഫ്രണ്ടിൽ മക്ഫേഴ്സൻ്റെ സ്ട്രക്ചറുകളാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പ്രോഗ്രസീവ് ഹൈഡ്രോളിക് കുഷൻസ് ആണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാജിക് കാർപ്പറ്റ് റൈഡ് എഫക്റ്റാണ് വാഹനത്തിന് കിട്ടുന്നത്. അത് നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചെറിയ ചെറിയ കട്ടറുകളും ബമ്പുകളും ഒക്കെ കയറി കഴിഞ്ഞാൽ പോലും വാഹനത്തിന് അങ്ങനെ ഒരു കുലുക്കമോ പ്രശ്നങ്ങളോ ഒന്നും വാഹനത്തിന് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി, ഭയങ്കര മികച്ച ഡ്രൈവബിലിറ്റി ഉള്ളൊരു വാഹനമാണ് ഈ സിട്രോൺ C5 എയർക്രോസ് എന്ന് പറയുന്നത്. നല്ല കൺട്രോളിംഗ് ആണ്. സ്റ്റിയറിംഗ് ഒക്കെ നല്ല പുഷ്പം പോലെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലുകളാണ് വാഹനത്തിനുള്ളത്. നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ഇതൊരു ഡീസൽ വാഹനമാണെന്ന് നമുക്ക് തോന്നത്തില്ല. നമുക്കൊരു പെട്രോൾ വാഹനത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. അത് മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, E88 എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷനാണ്. എഫിഷ്യൻ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. 8 സ്പീഡ് ഓട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. ലോകോത്തര വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടി ഗിയർ ബോക്സ് നൽകുന്ന ഒരു കമ്പനിയാണ് ഈ വാഹനത്തിന് ഗിയർ ബോക്സ് നൽകിയിരിക്കുന്നത്. മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 ഗിയറുകൾ, ഈ ഗിയർ ഷിഫ്റ്റുകൾ ഒട്ടും തന്നെ അറിയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സിട്രോൺ C5 എന്ന് പറഞ്ഞ ഈ വാഹനം തീർച്ചയായിട്ടും ഇതൊരു ലക്ഷറി സെഗ്മെന്റിലേക്കാണ് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം തീർച്ചയായിട്ടും വാഹനം ഓടിച്ച് നോക്കാൻ പറ്റുന്നവരൊക്കെ ഓടിച്ച് നോക്കുക.
കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സൈസ് ലക്ഷറിയും കംഫർട്ടുമാണ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഹൈ എൻഡ് ബ്രാൻഡുകൾക്ക് കിട്ടാത്ത അത്രയും സസ്പെൻഷൻ്റെ ഒരു സുഖം നമുക്ക് ഈ വാഹനത്തിനകത്ത് കിട്ടും. ഇപ്പോൾ സിട്രോൺ C5 ഓടിച്ച് നോക്കിയിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും ഓടിച്ച് നോക്കുക. കാരണം ഇത് നമ്മൾ പ്രൈസ് വൈസ് കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നിലവിൽ ഇച്ചിരി പ്രൈസ് കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പ്ലാന്റിൽ കൂടുതലായിട്ട് ഉൽപ്പാദനങ്ങൾ നടക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ താന്നു വരുമായിരിക്കും. വളരെ രസമുണ്ട് ഈ വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ വാഹന നിർമ്മാതാക്കൾ സിട്രോൺ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഡ്രൈവബിലിറ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊച്ചിനിലാണ് ഇതിൻ്റെ ഷോറൂം ഉള്ളത്. ഞാൻ ഈ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് വിളിച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ 1-2 വണ്ടികളേ ഉള്ളൂ. കേരളം മുഴുവൻ ഈ വാഹനങ്ങൾ അവർ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരുന്നതാണ്. അപ്പോൾ ലക്ഷറി ആഗ്രഹിച്ച് വരുന്ന, നല്ല റൈഡിങ് സുഖം ആഗ്രഹിച്ച് വരുന്ന നിങ്ങൾക്ക് സിട്രോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓടിച്ച് നോക്കി വാഹനം ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മികച്ച വീഡിയോസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.